പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറൊക്കെ വിധിച്ചെങ്കിലും ഇപ്പോഴും ഗ്രീഷ്മയുടെ തേപ്പ് കഥകളും ക്രിമിനൽ ബുദ്ധിയുമെല്ലാം നാട്ടിൽ പാട്ട് തന്നെയാണ്. പഠിത്തത്തിൽ മിടുക്കിയെന്നതുപോലെ തന്നെ യുവാക്കളെ വളച്ചെടുക്കാനും തേച്ചൊട്ടിക്കാനും ഗ്രീഷ്മയുടെ മിടുക്ക് ഒന്ന് വേറെ എന്ന് തന്നെയാണ് ഗ്രീഷ്മയുടെ മുൻ കാമുകന്റെ വെളിപ്പെടുത്തൽ. തന്നെ പ്രണയിച്ചിരുന്ന സമയത്ത് ഗ്രീഷ്മ ചതിക്കുമെന്ന തോന്നലുണ്ടായതോടെ ആ പ്രണയബന്ധത്തിൽ നിന്നും താൻ പിന്മാറിയ വിവരങ്ങളും ഇപ്പോൾ പെൺകുട്ടികളുടെ മുഖത്ത് പോലും തനിക്ക് നോക്കാൻ പേടിയെന്നുമാണ് മുൻ കാമുകൻ വെളിപ്പെടുത്തുന്നത്. ഗ്രീഷ്മയുടെ മുൻ കാമുകന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്നോർത്ത് വിഷമമുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവൾ ചെയ്തത്. അച്ഛനെൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അതുകൊണ്ട് കുടുംബഭാരമെല്ലാം ഞാനാണ് നോക്കുന്നത്. ക്ഷേത്രത്തിൽ വെച്ചാണ് ഗ്രീഷ്മയെ കണ്ടുമുട്ടുന്നതും പ്രണയത്തിലാകുന്നതും. ഗ്രീഷ്മ IAS ട്രെയിനിങ്ങിന് പോയിരുന്നു. അന്ന് ഞാനാണ് ബൈക്കിൽ കൊണ്ടുപോയിരുന്നത്. ഗ്രീഷ്മയുടെ മുൻവശത്തെ പല്ല് പോയത് സ്കൂട്ടറിൽ നിന്ന് വീണതിനെ തുടർന്നാണ്. നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ ഒരു തരത്തിലുള്ള ശാരീരിക ബന്ധവും ഗ്രീഷ്മയുമായി ഉണ്ടായിട്ടില്ല. പ്രണയിച്ചിരുന്ന സമയത്ത് ഗ്രീഷ്മ ചതിക്കുമെന്ന് തോന്നലുണ്ടായി. തുടർന്ന് ബന്ധത്തിൽ നിന്ന് ഞാൻ പിന്മാറി. സുഹൃത്തുക്കളായി തുടരാമെന്നായിരുന്നു അപ്പോഴുള്ള ഗ്രീഷ്മയുടെ പ്രതികരണം. അതിന് തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞു. ഗ്രീഷ്മയുടെ മാമൻ പലപ്പോഴും വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും യുവാവ് പറയുകയാണ്. കോളേജിലെ ഗ്രീഷ്മയുടെ വനിതാ സുഹൃത്തുക്കൾ പറയുന്നത് അവൾ വേറെ ലെവലാണ് എന്നാണ്. IAS IPS ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. കൂട്ടിലിട്ട് വളർത്തുന്ന പോലെയാണ് വീട്ടുകാർ ഗ്രീഷ്മയെ വളർത്തിയത്. പലതും പറഞ്ഞു കൊടുത്തിരുന്നില്ല. സൈനികനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോഴും സ്നേഹിച്ച പെൺകുട്ടി നന്നായിരിക്കട്ടെ എന്നേ വിചാരിച്ചുള്ളൂ. ഷാരൂണിൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ വല്ലാതെ വിഷമം തോന്നി. ഗ്രീഷ്മയെ സ്നേഹിച്ചതിന് ശേഷം ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കാൻ പോലും തനിക്ക് ഭയമെന്നാണ് ഈ യുവാവ് പറയുന്നത്. അതേസമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അട്ടക്കുളങ്ങര ജയിലിലെത്തിയ ഗ്രീഷ്മയുടെ മുഖത്ത് അല്പം പോലും കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ല എന്ന് തന്നെയാണ് ജയിൽ അധികൃതർ പറയുന്നത്. മറ്റ് പ്രതികളെ പോലെയല്ല, ഗ്രീഷ്മ വളരെ ബോൾഡായ തടവുകാരിയാണെന്നും ഇവർ പറയുന്നു. 5 പേരടങ്ങുന്ന സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിരിക്കുന്നത്. 3 കൊലപ്പുള്ളികളും ഒരു പോക്സോ കേസ് പ്രതിയുമാണ് ഗ്രീഷ്മയ്ക്കൊപ്പമുള്ളത്. ജയിലിൽ മകളുടെ ദുർവിധി കണ്ട് അച്ഛനും അമ്മയും വിതുമ്പി കരഞ്ഞപ്പോഴും ഗ്രീഷ്മയുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും വന്നില്ല എന്ന് തന്നെയാണ് ജയിൽ അധികൃതരും പറയുന്നത്. ഈ ശിക്ഷാവിധി തന്റെ ജീവിതം അവസാനിപ്പിക്കില്ല എന്ന ബോധ്യത്തോടെയാണ് ഗ്രീഷ്മ ഇപ്പോഴും ജയിലിൽ കഴിയുന്നത്. വൈകാതെ ജാമ്യം നേടി താൻ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷ ഗ്രീഷ്മ പലരോടും പങ്കുവച്ചതായിട്ടും ജയിൽ അധികൃതർ പറയുകയാണ്. ശിക്ഷാവിധി കഴിഞ്ഞ ആദ്യ ദിനങ്ങളായതിനാൽ തന്നെ പ്രത്യേക ജോലിയൊന്നും ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് നൽകിയിട്ടില്ലെന്നും അറസ്റ്റ് കഴിഞ്ഞ് 11 മാസം ഗ്രീഷ്മ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ജയിലും ചുറ്റുപാടുമൊക്കെ പരിചിതമാണെന്നും അന്നും ചിത്രം വരെയായിരുന്നു ഗ്രീഷ്മയുടെ പ്രധാന ഹോബിയെന്നും പാട്ടും ഡാൻസുമായി ഏത് കലാപരിപാടിയിലും ഗ്രീഷ്മയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ജയിൽ അധികൃതരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.